ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ തേങ്ങാപ്പാൽ ചേർത്ത മാങ്ങ പച്ചടിയാണ് ഉണ്ടാക്കുന്നത്. പച്ചടിക്ക് പ്രധാനമായിട്ട് വേണ്ടത് പുളിയുള്ള പച്ചമാങ്ങ, പച്ചമുളക്, ഇഞ്ചി, ചെറിയ ഉള്ളി, കറിവേപ്പില ഇത്രയുമാണ്. ആദ്യം ഞാൻ മാങ്ങയുടെ തൊലി കളഞ്ഞ് ഒന്ന് ചിരണ്ടി എടുക്കുകയാണ്. പച്ചടി വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി ചെറുതായിട്ട് ഇങ്ങനെ കൊത്തി അരിഞ്ഞാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏത് പച്ചടി വെച്ചാലും കൊത്തി അരിഞ്ഞോ ഫുഡ് പ്രോസസ്സറിലിട്ടെടുക്കുവോ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ എടുക്കുകയാണെങ്കിൽ അങ്ങ് കുഴഞ്ഞു പോകാതെ ഇച്ചിരി ക്രഞ്ചി ആയിട്ട് കിട്ടും. ആദ്യം കടുക് താളിച്ചാണ് പച്ചടി ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ ചട്ടിയിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. എണ്ണ ചൂടായി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കടുക്, 2 ഉണക്കമുളക്, ഒരു തണ്ട് കറിവേപ്പില. ഇനി ഞാൻ ഇതിലേക്ക് ഇടുന്നത് 8 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഇത്രയും ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരു 3-4 മിനിറ്റ് വഴറ്റിയാൽ മതി. ഉള്ളി ഇട്ടതിന് ശേഷം 4 മിനിറ്റോളം ഞാനിത് വഴറ്റിയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മാങ്ങ ചേർക്കുന്നത്. ഇത് 1.5 മീഡിയം സൈസിലുള്ള മാങ്ങ. നമ്മൾ ക്യാരറ്റൊക്കെ ചിരണ്ടി എടുക്കുന്ന കണക്ക് ഇത് ചിരണ്ടി എടുത്തിരിക്കുന്നതാണ് ഗ്രേറ്ററിൽ. നിങ്ങൾക്ക് കൊത്തി അരിയോ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുകയോ എങ്ങനെ വേണമെന്ന് വരികയും ചെയ്യാം. ഇത് 2 കപ്പ് മാങ്ങ, അത് തൊലി ചെത്തി ഗ്രേറ്റ് ചെയ്തെടുത്ത് വിട്ടാണ് 2 കപ്പ്. ഇനി മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റുക. മാങ്ങ കനം കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് 2-3 മിനിറ്റ് വഴറ്റിയാൽ മതി. മാങ്ങ സോഫ്റ്റ് ആകാതെ അതിൻ്റെ ക്രഞ്ചിനെസ്സിനോടുകൂടി ഇരിക്കും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇപ്പോൾ ചേർക്കുകയാണ്. മാങ്ങ ഇട്ടതിന് ശേഷം 3-4 മിനിറ്റ് ഞാനിത് വഴറ്റിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുകൊണ്ട് എന്നാൽ സ്വല്പം ക്രഞ്ചിനെസ്സും ഉണ്ട്. കൂടി ഞാൻ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. ഇനി മാങ്ങയുടെ ചൂട് സ്വല്പം കുറഞ്ഞിട്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഈ ചൂടോടുകൂടി തേങ്ങാപ്പാൽ ചേർക്കുകയാണെന്ന് വരിയിൽ അങ്ങ് പിരിഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇച്ചിരി വെയിറ്റ് ചെയ്യണം. മാങ്ങയുടെ ചൂട് ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഇത് ഫ്രഷ് തേങ്ങ, അത് സ്വല്പം വെള്ളം ഒഴിച്ചെടുത്ത് പിഴിഞ്ഞെടുത്തതാണിത്. വാങ്ങിക്കുന്ന തേങ്ങാപ്പാൽ വേണമെന്ന് വരികിലും ഉപയോഗിക്കാം. 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കുകയാണ്. ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി വേണമെന്ന് വരിയിൽ ആവശ്യത്തിന് ഉപ്പ് വേണമെന്ന് വരിയിൽ ചേർക്കാം. ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കട്ടെ. ഇതിലേക്ക് തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കുകയാണ്. പച്ചടി റെഡിയായി. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ചൂടാക്കിയതേ ഉള്ളൂ. ഞാൻ സ്റ്റവ് ഓഫ് ആക്കുകയാണ്. അമ്മച്ചി വീട്ടിൽ മിക്കപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ് ഈ മാങ്ങാ പച്ചടി. അതും തേങ്ങാപ്പാൽ ഒഴിച്ച് മാത്രമേ അമ്മച്ചി ഉണ്ടാക്കിയിരുന്നുള്ളൂ. നിങ്ങളിത് ഓണത്തിന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും.